മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ പുതിയതായി കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. പ്രതിഷേധം ശക്തമായതോടെ കള്ളുഷാപ്പിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിയാതെ ജീവനക്കാർ മടങ്ങി. മൂവാറ്റുപുഴ മാറാടി പഞ്ചായത്തിലെ 5-ാം വാർഡിലാണ് പുതിയ കള്ളുഷാപ്പ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ദിവസം വരെ അടഞ്ഞുകിടന്നിരുന്ന കെട്ടിടത്തിൽ പുതിയ ബോർഡ് സ്ഥാപിക്കുകയും കള്ളുൾപ്പെടെ ഷാപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ എത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിവരമറിഞ്ഞ പ്രദേശവാസികൾ ഒന്നടങ്കം സ്ഥലത്തെത്തി പ്രതിഷേധം ആരംഭിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയ ജനക്കൂട്ടം എത്തിയതോടെ ഷാപ്പിന്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞില്ല. പുതിയതായി ആരംഭിക്കുന്ന കള്ളുഷാപ്പിന് സമീപം പള്ളിയും നിരവധി വീടുകളും സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴാണ് ഇവിടെ ബോർഡ് ഇരിക്കുന്നത് കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ കള്ളുഷാപ്പാണെന്ന് അറിയണത്. അത് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. വീടിനടുത്ത് ഈ ഷാപ്പിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചർച്ചുണ്ട്. സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചു കൊച്ചു കുട്ടികളുണ്ട്. ഒരു 10-15 കുട്ടികളുള്ള വീടുകളുണ്ട് ഇവിടെ അടുത്ത് തന്നെ. അവർ ഈ ഷാപ്പിലേക്ക് നോക്കിക്കൊണ്ടാണ് പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു പുതിയൊരു വീട് വരുന്നുണ്ട്. അവിടെ 1 വയസ്സും 2-ലും 3-ലും പഠിക്കുന്ന പിള്ളേരുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഈ നാട്ടുകാർക്ക് ഈ ഷാപ്പിനെതിരെ പ്രതിഷേധമുണ്ട്. കള്ളുഷാപ്പ് പ്രവർത്തനം ആരംഭിച്ചാൽ പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകരുമെന്നും ഭാവിയിൽ ഗുരുതരമായ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുമാണ് നാട്ടുകാരുടെ ആശങ്ക. ഇതിനിടെ കള്ളുഷാപ്പ് ഉടമ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്താൻ ശ്രമിച്ചെങ്കിലും ബോർഡുകൾ നീക്കം ചെയ്യാതെ ഉടമയെ പോകാൻ അനുവദിക്കില്ല എന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഇരു വിഭാഗങ്ങളുമായും ചർച്ച നടത്തി. ഇതേ തുടർന്നാണ് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമായത്. ന്യൂസ് മലയാളം, കൊച്ചി.